ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഗുരുതര പ്രതിസന്ധിയിലേക്ക്. ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം നിലച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ള പണം കുടിശ്ശികയായതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത്. കുടിശ്ശിക 75 കോടി രൂപ കവിഞ്ഞതിനെ തുടർന്ന് വിതരണക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തിയതോടെ രോഗികളും ഡോക്ടർമാരും ആശങ്കയിലായി. ഡിസംബർ വരെയുള്ള കുടിശ്ശിക മാർച്ച് 31-നകം ലഭിച്ചാൽ മാത്രമേ മരുന്ന് വിതരണം പുനരാരംഭിക്കൂ എന്ന് കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. മന്ത്രി, കളക്ടർ, പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവർക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിരുന്നു. ഇതുവരെ അനുകൂല പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. അനുകൂല നടപടി വൈകുകയാണെങ്കിൽ നിരാഹാരമടക്കമുള്ള പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് സംഘടന കടക്കുമെന്ന് സംസ്ഥാന കൗൺസിൽ അംഗം സാംസൺ M. ജോൺ അറിയിച്ചു. ഞങ്ങൾക്ക് കഴിഞ്ഞ 8 മാസമായി ഏകദേശം 75 കോടിയോളം രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടാനുണ്ട്. വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. കൊട്ടേഷൻ ബേസിലാണ് ഞങ്ങളിവിടെ മെഡിസിൻ സപ്ലൈ ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഏറ്റവും വില കുറച്ച് ഈ മെഡിക്കൽ കോളേജിനോടൊപ്പം നിന്ന് കാലാകാലങ്ങളായി HDC മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ ഇന്ന് ഒരു 15 ദിവസം മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ്, പ്രിൻസിപ്പള്, ജില്ലാ കളക്ടർ, മിനിസ്ട്രി ലെവല് എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ മെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് സപ്ലൈ ചെയ്യുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. കാരണം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന കച്ചവടക്കാരാണ്. വെറും 5% മാത്രം മാർജിൻ എടുത്തിട്ടാണ് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ടിലേക്ക് എത്തിക്കാനുള്ള